ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വലിയ ഫെയിലിയർ ആയിരുന്നു. ആ വാക്കാണ് ഉപയോഗിച്ചത്, ഫെയിലിയർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വമേധയാ രാജിവെച്ചു എന്നാണ് ബിജു നായരുടെ ടേക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ പരാജയമായിരുന്ന ഉപരാഷ്ട്രപതി സ്വമേധയാ രാജിവെക്കുന്നത് വരെ എന്തുകൊണ്ട് BJP തുടരാൻ അനുവദിച്ചു? അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയല്ലേ? നമ്മുടെ ജനാധിപത്യ ക്രമത്തോട് ചെയ്ത ഒരു വലിയ വഞ്ചനയല്ലേ? അത് BJP ഏറ്റെടുക്കോ? രണ്ടാമത്തത്, അന്ന് പ്രതിപക്ഷം ഇംപീച്ച്മെന്റിന് വേണ്ടി ശ്രമിച്ചു എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതിയെ തുടരാൻ അനുവദിച്ചത്? ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ഇംപീച്ച്മെന്റിന്റെ ഭാഗമാകാമായിരുന്നല്ലോ. അന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു ഈ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതിയെ. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത വാദം വരികയാണ്, ഇപ്പോൾ ഭരണകക്ഷിയിലെ നേതാക്കന്മാരുടെ അവിശ്വാസത്തിന് പാത്രമായി, അതുകൊണ്ട് അദ്ദേഹം ഇംപീച്ച് ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ രാജിവെച്ചു. അതാണ് എൻ്റെ പോയിന്റ്. ബിജു നായർക്ക് ഈ രണ്ട് പോയിന്റ് മാറ്റിയും മറിച്ചും പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഭരണകക്ഷിയുടെ നേതാക്കന്മാരുടെ വിമർശനം ഏറ്റുവാങ്ങിയാൽ, അവരുടെ എതിർപ്പിന് പാത്രമായാൽ ഉപരാഷ്ട്രപതിക്ക് പോലും ഈ രാജ്യത്തെ ആ ഭരണഘടനാ സ്ഥാപനത്തിൽ തുടരാൻ പറ്റില്ല എന്നുള്ള അത്ര ഗതികേടിലാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം പോകുന്നത് എന്നാണ് BJPയുടെ സഹയാത്രികൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ വാദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വേണു, ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പോലും ബഹുമാനം കൊടുക്കാത്ത ഒരു പ്രസ്ഥാനമാണ് BJP. കേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന നമുക്കറിയാമല്ലോ. ഏതൊക്കെയോ സ്വാമിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂജയുടെ സമയത്ത് പോലും ഇന്ത്യൻ രാഷ്ട്രപതി, നമ്മുടെ പ്രഥമ പൗരയ്ക്ക് അവിടെ ഒരു വേദി ഉണ്ടായിരുന്നില്ല, ഇടമുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പോലും ഇടമില്ലാത്തത്ര അന്യവൽക്കരിക്കപ്പെട്ടു നമ്മുടെ ജനാധിപത്യ ക്രമം. അവിടെയാണ് ഉപരാഷ്ട്രപതി ഇവരുടെ എതിർപ്പിന് വിധേയമായപ്പോൾ സ്വയം രാജിവെച്ച് പോകേണ്ടി വന്നത്. അതൊരു വലിയ മാതൃകയാന്ന് പറയണ്ട. ഈ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് നാണക്കേടാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തിക്കേണ്ട ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പോസ്റ്റിലിരിക്കുന്ന ഉപരാഷ്ട്രപതി പെട്ടെന്ന് ഒരു സമയം രാജിവെച്ച് പോകുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ ഈ രാജ്യം കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റിസ് ലോയയുടെയും ഹരൻ പാണ്ഡ്യയുടെയും അല്ലെങ്കിൽ ഗോപിനാഥ് മുണ്ടയുടെ ഒക്കെ ഗതികേട് വരാത്തത് അദ്ദേഹത്തിന്റെ ഭാഗ്യം, നല്ല ഭാഗ്യം എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ BJPയുടെ ഇഷ്ടക്കേടിന് പാത്രീഭൂതമായാൽ എത്രത്തിൽ സംഭവിക്കുമെന്ന് ഈ പറഞ്ഞ ആളുകളുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അടുത്തത്, വേണു പറഞ്ഞ ചോദ്യം, പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ കണ്ടു അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കേട്ടു എന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ഉപരാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക്, രാജ്യസഭയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക്, ചെയർമാൻ എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ? അതാണ് പ്രശ്നം. ഇൻക്ലൂസീവ് പോളിസി അല്ലേ? അല്ല, അങ്ങ് പറയുന്നത് ശരിയാണ്, ഒരു ശരിയായ ജനാധിപത്യ സംവിധാനത്തിൽ പാലിക്കേണ്ട രീതിയുമാണ്. പക്ഷേ ഇതുവരെ ഇല്ലാതിരുന്നത് ഇപ്പോഴുണ്ടാകുന്നു. അതിന്റെ ഭവിഷ്യത്ത് നിലയിൽ ഇദ്ദേഹത്തിന് രാജിക്ക് നിർബന്ധിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും വേണുവിന്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആണ്. ഇതുവരെ ഇല്ലാത്ത ഒരു ജനാധിപത്യ ബോധം, ഉപരാഷ്ട്രപതി പദവിയിൽ ഇരുന്നിട്ട് ഇതുവരെ കാണിക്കാത്ത ഒരു ജനാധിപത്യ ബോധം ജഗദീപ് ധൻകർ ഈ സെഷനിൽ കാണിക്കുന്നത് അത് BJPക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെ കേൾക്കുന്നു, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കേൾക്കുന്നു, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇടം നൽകുന്നു, കാതു കൊടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ജനാധിപത്യ രീതി BJPക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. അവർ ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹം രാജിവെക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ, ഈ സംഘപരിവാർ സർക്കാർ രാജ്യത്തിന്റെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിരട്ടുകയും വിലപേശുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവല്ലേ?